അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ റമദാനു ശരീഫിൻ്റെ മഗ്ഫിറത്തിൻ്റെ 10 കഴിഞ്ഞ് അവസാനത്തെ 10ആയ ഇഅ്തിഖും മിനന്നാറിൻ്റെ 10ൽ പ്രവേശിച്ചിരിക്കുകയാണ് നാം. ഇനി അല്പം ദിവസങ്ങളേ ഉള്ളൂ. ഇന്ന് 22-ാം നോമ്പാണ്. പക്ഷേ ഇന്നിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇപ്പോൾ തന്നെ പെരുന്നാളിൻ്റെ ആരവം മുഴങ്ങാൻ തുടങ്ങി. പെരുന്നാളിൻ്റെ ആഘോഷങ്ങളിലേക്ക് ജനങ്ങൾ കടന്നു. ജനങ്ങളുടെ പ്രവൃത്തി കണ്ടാൽ പ്രിയപ്പെട്ടവരെ നോമ്പ് കഴിഞ്ഞു എന്ന് തോന്നിപ്പോകുകയാണ്. ഇപ്പോൾ തന്നെ പടക്കം പൊട്ടിക്കൽ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, ടെക്സ്റ്റൈൽസുകൾ മുഴുവനും കാലുകുത്താൻ പോലും കഴിയാത്ത രീതിയിൽ അല്ലാ ആലോചിക്കാൻ വയ്യ. ടെക്സ്റ്റൈൽസ് പോവണ്ട എന്നോ ഡ്രസ്സ് എടുക്കണ്ട എന്നോ ഒന്നുമല്ല പറഞ്ഞത്. മുഅ്മിനീങ്ങളെ ആണും പെണ്ണും കൂടിക്കലർന്നുകൊണ്ട് വിശുദ്ധമായ നോമ്പിന് പോലും കളങ്കം വരുത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമ്മൾ അല്ലാഹനെ ആലോചിക്കണം. അള്ളാഹു തന്ന വെള്ളമാണ് നാം കുടിക്കുന്നത്. അവൻ്റെ ഭക്ഷണം കഴിച്ച്, അവൻ തന്ന വീട്ടിൽ താമസിച്ച്, അവൻ തന്ന വാഹനത്തിൽ യാത്ര ചെയ്ത്, അവൻ നൽകിയ വായു ശ്വസിച്ച്, അവൻ്റേതായ മുഴുവൻ കാര്യങ്ങളും കൈപ്പറ്റുമ്പോൾ അള്ളാഹുവിനെ നാം ഓർത്തേ തീരൂ. അള്ളാഹുവിനെ നാം അംഗീകരിച്ചേ തീരൂ. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ, നിങ്ങൾ നരകത്തിനെ തൊട്ട് സൂക്ഷിക്കണം. നിങ്ങളെ മാത്രം പോരാ, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളെയും നിങ്ങൾ നരകത്തെ തൊട്ട് സൂക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഭൂമിയിൽ അല്ലാഹു തആല ഇറക്കിയതിന് ശേഷം ഭക്ഷണം വെക്കാൻ സൗകര്യങ്ങളില്ലാത്തപ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നരകത്തെ കാക്കുന്ന മാലിക് അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് റബ്ബിൻ്റെ സമ്മതപ്രകാരം കുറച്ച് തീ ചോദിച്ചപ്പോൾ ഈത്തപ്പഴക്കുരുവിൻ്റെ മുകളിലുള്ള തോലിൻ്റെ അത്ര തീ വെള്ളത്തിൽ ഒരുപാട് തവണ മുക്കിയിട്ട് ഭൂമിയിലേക്ക് കൊടുത്തയച്ചു. പ്രിയപ്പെട്ടവരെ, ഈ തീ കുണ്ടാരമാകുന്ന ഈ തീ തന്നെ, ദുനിയാവിലുള്ള തീ തന്നെ എന്തൊക്കെ അപകടങ്ങളാണ് നമുക്ക് വരുത്തി വെക്കുന്നത്. ആ ദുനിയാവിലുള്ള തീയുടെ 27 ഇരട്ടി, അതല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇരട്ടി ശക്തിയുള്ള തീ കുണ്ടാരത്തിൽ ഒരു ദിവസം പോയിട്ട്, ഒരു മണിക്കൂർ പോയിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയില്ല അവിടെ കിടക്കാൻ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. വിശുദ്ധ റമദാനു ശരീഫിൻ്റെ 23-ാമത്തെ രാവിലെ ഒരാൾ തറാവീഹ് നിസ്കരിച്ചാൽ അള്ളാഹു സ്വർഗത്തിൽ അവന് ഒരു പട്ടണം തന്നെ നിർമ്മിച്ചു കൊടുക്കും. അത്രത്തോളം മഹത്വം ഇന്നത്തെ തറാവീഹിനുണ്ട്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പരിശുദ്ധ റമദാനിൻ്റെ മഹത്വം ഓർത്ത് ഇബാദത്ത് ചെയ്യുക. അസ്സലാമു അലൈക്കും.